ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഹറത്തിൻ്റെ അന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഇവിടെ ആമിക്ക് സ്കൂളിൽ ലീവായിരുന്നു കേട്ടോ. അന്ന് ഗവൺമെൻറ് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളിൽ പോകാത്ത കാരണം കൊണ്ട് ഞാൻ ഓർത്തു കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കാമെന്ന്. ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴേക്കാണ് എഴുന്നേറ്റത്. പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് 7 മണിക്കാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ പുറത്തൊക്കെ ഒന്ന് നോക്കി നിന്ന് കുറച്ച് നേരം ചെടികളൊക്കെ ഒന്ന് പോയി നോക്കി ഫ്രഷ് എയറൊക്കെ ഒന്ന് ശ്വസിച്ചതിന് ശേഷം നമ്മുടെ മീനുകൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ വേറെ കുറേ തിരക്കുകൾ കാരണം നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ലേ. പിന്നെ രാവിലെ തന്നെ ഞാൻ വന്നിട്ട് ഇതേ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ അത്യാവശ്യം നല്ലോണം വളരുന്നുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ ഒരു ചീരയുടെ വിത്ത് കിടന്ന് അത് ഒരു ചുവന്ന ചീരയും പച്ച ചീരയും ഒരെണ്ണം കുപ്പച്ചീരയാണ് കേട്ടോ, പച്ച കളർ ചീര. അതിങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കറിക്കൊന്നും എടുത്തിട്ടില്ല. ഞാനത് എന്തായാലും പറിച്ച് കളയുകയാണ് ചെയ്തത് 2 ദിവസം കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മുടെ ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായി. സാധാരണ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടാറുള്ളതാണ്. നമ്മുടെ ബാൽക്കണിയിൽ വേറെ ഈ ഗ്രീൻ മാറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അവിടെയാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം വീഴും. മാത്രമല്ല നല്ലോണം തവളയുടെ ശല്യമുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഒരു വലിയൊരു തവള കയറിയിരുന്നേ. അങ്ങനെ ഞാനത് കണ്ട് പേടിച്ച് അങ്ങനെ എൻ്റെ വാക്കിങ്ങിന് പോകുന്ന ഷൂ ഉണ്ടല്ലോ അതിനകത്ത് ഒരു തവള ഇരിക്കുന്ന കണ്ടിട്ട് പേടിച്ചതെടുത്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ചെറിയ പേടികളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ എപ്പോഴും മാക്സിമം ക്ലീൻ ചെയ്തിടാനായിട്ട് നോക്കും. വെള്ളത്തിൻ്റെ ഈർപ്പമുള്ളത് കൊണ്ടാണ് തവള വരുന്നത്, പ്രത്യേകിച്ച് ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ രാവിലത്തെ ചെടി നനപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിലിരുന്ന ഒരു വാഷ് ബേസിൻ്റെ അവിടെ ഒരു മിറർ ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാനത് കന്യാകുമാരിയിൽ ഒരിക്കൽ നമ്മൾ പോയപ്പോൾ മേടിച്ചതാണ് ആ ഒരു മിറർ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കോളിൻ വെച്ച് സ്പ്രേ ചെയ്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. പതിവ് പോലെ തന്നെ രാവിലെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആമിയുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഈ ടിഫിൻ ബോക്സസ് ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ എപ്പോഴും കഴുകി നല്ലോണം ഉണങ്ങിയതിന് ശേഷം എടുത്ത് നമ്മൾ ഒരു മൾട്ടി കളറിലുള്ള ഒരു ഓർഗനൈസർ മേടിച്ച് വെച്ചിട്ടുണ്ട് ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അതിനകത്താണ് വെക്കുന്നത്. ആമിയുടെ ലഞ്ച് ടവലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന എല്ലാ ബോക്സുകളും, ആമിയുടെ വാട്ടർ ബോട്ടിൽ, എൻ്റെ വാട്ടർ ബോട്ടിൽ, നമ്മുടെ വീട്ടിലുള്ള എല്ലാ വാട്ടർ ബോട്ടിലും എല്ലാം കൂടി ആ ഒരു ഓർഗനൈസറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഗനൈസറിലാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാം അന്വേഷിച്ച് നടക്കണ്ട. അവൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് രാത്രിയാവുമ്പോൾ ഉണങ്ങിയതിന് ശേഷം എടുത്ത് ഈ ഒരു റാക്കിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സും ഇതിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. ഇത് നല്ല വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാൻ എന്തെങ്കിലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. ഞാൻ എടുത്തേക്കുന്നത് 5 കളർ വരുന്ന ഒരു മൾട്ടി ലെവൽ റാക്കാണ്. നല്ലത് തന്നെയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്. 600 ആ റേഞ്ചിനാണ് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ പുറത്തൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിടും കേട്ടോ രാവിലെ തന്നെ വീടിനുള്ളിൽ. പിന്നെ എനിക്കിന്ന് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം തലേ ദിവസം വെച്ചിട്ടുള്ള മോര് കറി ഇരിപ്പുണ്ട്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ കറി മാത്രം ചെയ്താൽ മതി. പിന്നെ മെഴുക്ക് വരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരി ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല, വല്ലപ്പോഴും ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ, വർഷത്തിൽ 1-2 തവണ. കാരണം ഇവിടെ അങ്ങനെ ആമിക്കും വലിയ താല്പര്യമില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ല, കാരണം എണ്ണയിൽ വറുത്തെടുക്കുന്നതായോണ്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും പൂരി ഉണ്ടാക്കാമെന്ന് കരുതി. ഒന്നാമത്തെ കാര്യം, ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും കറക്റ്റായിട്ടൊന്നും കിട്ടത്തില്ല. അതിങ്ങനെ പൊങ്ങി വരുമല്ലോ, ഫ്ലഫി ആയിട്ട് വരൂലേ, ആ ഒരു ഷേപ്പിന് കിട്ടത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കി. എൻ്റെ ചെറിയ പൊടിക്കൈകളൊക്കെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിന്ന് ഒരുപാട് സമയമുണ്ട്, ഇന്ന് ലീവാണല്ലോ, ആമിക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ അതുകൊണ്ട് പയ്യെ ചെയ്താൽ മതി.
പിന്നെ അത് കഴിഞ്ഞിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് ഡ്രിങ്കിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ പതിമുഖമാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ പതിമുഖം ഞാൻ എപ്പോഴും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. പതിമുഖം ആണെങ്കിൽ ദാഹശമനിയാണ്. അതിനകത്ത് ഏലക്കയും പട്ടയും എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പാണ്. നല്ല മണമാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. പിങ്ക് വാട്ടർ എന്നാണ് ഇവിടെ തമിഴ്നാട്ടിൽ എല്ലാവരും പറയുന്നത്. അങ്ങനെ നമ്മുടെ പിങ്ക് വാട്ടറിനും വെച്ചിട്ടുണ്ട്. പിന്നെ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആശീർവാദിന്റെ ആട്ടമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം റവയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പച്ച വെള്ളത്തിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. വേണമെങ്കിൽ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ പൂരി മാവ് മിക്സ് ചെയ്ത് എടുത്തത് കേട്ടോ. പിന്നെ ഈ പൂരി മാവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റവ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ പൊങ്ങി വരികയൊക്കെ ചെയ്യും. പിന്നെ എപ്പോഴും പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഉടനെ തന്നെ ചെയ്യാതെ കുറച്ച് ടൈം എടുത്ത് മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചതിന് ശേഷം കുറേ സമയം കഴിഞ്ഞിട്ടൊരു മിനിമം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും പൂരിക്കുള്ള മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് നമ്മൾ പൂരിയുടെ കൂടെ ഒരു മീൽ മേക്കർ ഇല്ലേ, അതിലുള്ളൊരു കുറുമയാണ് ചെയ്യുന്നത് കേട്ടോ. അതും ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഞാൻ കുറേ നാൾക്ക് മുന്നേ ആന്ധ്ര സ്റ്റൈല് ഒരു റെസിപ്പി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെതായ വേർഷനിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത് എൻ്റെ ഒരു രീതിക്ക് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ കുറുമ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും കൂടി ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ വീട്ടമ്മമാരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടുന്ന ചെറിയ ചില ശീലങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും ചെയ്യാൻ മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. ആദ്യമേ തന്നെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം മാനസികമായുള്ളൊരു സംഘർഷം എന്ന് പറയുന്നത് വളരെ വലുതാണല്ലേ. എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ടെൻഷൻ വരുന്നവരാണ് മിക്കവാറും ഉള്ള ഒരു 80% വീട്ടമ്മമാര്. അപ്പോൾ പെട്ടെന്ന് ടെൻഷൻ വരും. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം ഓർത്ത്, ഹസ്ബൻഡിന്റെ കാര്യം ഓർത്തിട്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും നമുക്ക് പിരിമുറുക്കം ഉണ്ടാകുന്നത്. എന്നാൽ വലിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുമല്ലേ. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ശീലിക്കാൻ പറ്റുന്ന കുറച്ച് ശീലങ്ങളാണ് പറയുന്നത്. അപ്പോൾ രാവിലെ ഒരു 10-15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മളിപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കാനായിട്ട് ആഗ്രഹമുള്ളവരായിരിക്കാം, ചിലപ്പോൾ എഴുന്നേൽക്കുന്നത് 6 മണിക്കായിരിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ അലാറം ഒന്ന് പുറകിലോട്ട് വെച്ച് അങ്ങനെ പതിയെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ധൃതി പിടിച്ചിട്ട് വീട്ടുപണികൾ ചെയ്യാനോ അല്ലെങ്കിൽ ഫോൺ എടുക്കാനോ ഒന്നും പോകാതെ കുറച്ച് നേരം ശാന്തമായി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക. അതുപോലെ തന്നെ കുറച്ച് റിലാക്സ്ഡ് ആവുക കേട്ടോ. നല്ലൊരു ബ്രീതിങ് എക്സസൈസ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ 5-10 മിനിറ്റ് പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ ധ്യാനത്തിൽ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഈ ബ്രീതിങ് ടെക്നിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ബ്രീതിങ് ടെക്നിക്സുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒന്ന് റിലാക്സ്ഡ് ആവും. അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാരും, ഞാൻ ഉൾപ്പെടെ ചെയ്യാത്തൊരു കാര്യമാണ് ദിവസേന ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ വെള്ളം നല്ലപോലെ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ചർമ്മമൊക്കെ നല്ലതായിട്ട് ഇരിക്കുകയുള്ളൂ, നമുക്ക് നല്ല ഉറക്കക്ഷീണമൊന്നും വരാതിരിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ 10-15 മിനിറ്റ് നടക്കുകയോ ചെറിയൊരു എക്സസൈസോ ചെയ്യുക. അപ്പോൾ ഞാൻ ഡെയിലി നടക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ, ഞാനും ഹസ്ബൻഡും കൂടി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഈ വെക്കേഷൻ ആയ സമയത്ത് നടക്കാൻ പോകുന്നേ ഉണ്ടായില്ല. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോസിലൊന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളൊരു 1 മണിക്കൂറൊക്കെ പാർക്കിൽ പോയി നടക്കും. നമുക്ക് പാർക്കിൽ പോയി നടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ ഒന്ന് നടക്കുകയോ അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ ചെറിയ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ തലേ ദിവസം തന്നെ ടു ഡു ലിസ്റ്റായിട്ട് എഴുതി വെക്കുക. അല്ലെങ്കിൽ മനസ്സിൽ തന്നെ നമ്മൾ ഓർക്കുക നെക്സ്റ്റ് ഡേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. അതേപോലെ തന്നെ എല്ലാം കൂടി വാരി വലിച്ചു കിടന്ന് ചെയ്യാതെ വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ക്ലീനിങ് പോലുള്ള കാര്യങ്ങൾ നമ്മളൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ സമയം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളത്. വലിച്ചു വാരി ജോലി ചെയ്യുന്നതല്ല പ്രൊഡക്ടിവിറ്റി. നമ്മൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ 1 കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് എവിടെയെങ്കിലും പോയിരുന്ന് സമാധാനമായിട്ട് കുടിക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തുക. അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഒരു മീ ടൈം ആയിട്ട് തന്നെ കാണുക കേട്ടോ. വൈകുന്നേരങ്ങളിലുള്ള ചായ
ചായ കുടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു മീ ടൈമാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡും മോളും ഒക്കെ ആയിട്ട് ഇരുന്ന് എനിക്ക് കിട്ടുന്നൊരു ക്വാളിറ്റി ടൈമും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് സമയം നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള സംഗീതങ്ങൾ കേൾക്കുക, അതായത് മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഹോബി നിങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും പിന്തുടരുക കേട്ടോ. ചെറുതായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രോയിങ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു കഴിവ് കാണുമല്ലോ, ആ ഒരു കഴിവിന് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ദിവസവും ഒരു അരമണിക്കൂർ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ചെറിയൊരു ഹോബി കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. വീട്ടിലെ ജോലികൾ കഴിയുന്നത്ര വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാ ജോലിയും കൂടി നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് ചെയ്യണമെന്നില്ല. കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക, മുതിർന്നവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് സമാധാനം തരാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ പോകരുത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ഫീഡിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫീഡുകളിലേക്ക് അത് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതിരിക്കുക. അതുപോലെ തന്നെ മനസ്സിന് ശാന്തി നൽകുന്നതും സമാധാനം നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കാണുക. പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് മറ്റുള്ളവരെ പോലെ ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക. നമ്മൾ ഏതൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എടുത്തു കഴിഞ്ഞാലും പച്ചയായ ജീവിതമല്ല അവിടെ കാണുന്നത്. ഞാൻ ഉൾപ്പെടെ വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം ഫിൽറ്റേർഡ് വേർഷനിലാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ മാത്രമാണ് പുറം ലോകമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലുള്ള സങ്കടങ്ങൾ ആരും തന്നെ പുറത്ത് പറയില്ല. അപ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങൾ ഓർത്ത് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതെ നമ്മുടെ സന്തോഷങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും മതിയായ ഉറക്കം നമുക്ക് ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുക കേട്ടോ. കൃത്യമായ സമയത്ത് എഴുന്നേക്കാനും കൃത്യമായ സമയത്ത് ഉറങ്ങാനും ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനും പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെറിയ ചെറിയ ശീലങ്ങൾ, 10 ശീലങ്ങളാണ് ഞാനിന്ന് പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേയധികം സമാധാനം കിട്ടുകയും മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനൊക്കെ പറ്റും കേട്ടോ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീട്ടമ്മയാവാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. നമ്മൾ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കും തോറും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. എല്ലാ മനുഷ്യർക്കും തെറ്റുകളും കുറ്റങ്ങളും പാകപ്പിഴകളും ഒക്കെ വരും. എല്ലാവരുടെ ജീവിതത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മുടെ ലൈഫ് മാത്രമാണ് ഇങ്ങനെയെന്ന് വിചാരിച്ച് അങ്ങനെ ദുഃഖിച്ചിരിക്കാതെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയും അതുപോലെ തന്നെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുകയും വേണം. നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളിലും നമ്മൾ ദൈവത്തോട് നന്ദി പറയുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അപ്പോഴും നമുക്ക് നല്ല കാഴ്ചശക്തി, നല്ല കേൾവി ശക്തി, നടക്കാനുള്ള കഴിവ്, ആഹാരം കഴിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ദൈവത്തോട് നന്ദി പറയുകയാണ് വേണ്ടത്. ഇതുപോലും ഇല്ലാതെ എത്രയോ ആളുകൾ ജീവിതത്തിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ജീവിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേട്ടാ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ എൻ്റെ നിത്യജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. എന്നാലും ചില സമയത്ത് നമുക്കും ഒന്ന് താളം തെറ്റിയ പോലെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക, സോഷ്യൽ മീഡിയയിൽ നിന്നൊന്ന് വിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നതിൽ നിന്ന് വിട്ട് നിൽക്കുക, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരികയാണ് വേണ്ടത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ പൂരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ പൂരി അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. അതിൻ്റെ കാരണം ഞാൻ പൂരിയുടെ മാവ് എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം തവി വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പൂരി ഉണ്ടാക്കുന്ന സമയത്ത് മാവ് ഓൾറെഡി നമ്മളിങ്ങനെ പരത്തി വെച്ചേക്കുക. കുറച്ച് അധികം തന്നെ, ഞാനൊരു 5 വെച്ചിട്ടാണ് കേട്ടോ പരത്തി എടുത്തത്. എന്നിട്ട് എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ഈ പൂരിയുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പൂരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങുമല്ലോ. ആ സമയത്ത് ഈ തിളച്ച എണ്ണ ഈ തവി കൊണ്ട് പൂരി മാവിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ നല്ല പപ്പടം പോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച പൂരിയുടെ സീക്രട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമന്റിൽ ഷെയർ ചെയ്യുക. റവ മാവും കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇടയ്ക്കുള്ള എൻ്റെ 1-2 പൂരിയൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നാലും സാരമില്ല, അത്യാവശ്യം നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട്.
പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ ഗരം മസാലയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഗരം മസാല അരയ്ക്കുന്നത് എപ്പോഴും ഹോൾ സ്പൈസസ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് തണുക്കുന്ന സമയത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിൽ ചില്ല് കുപ്പിയിലിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ പൂരി ഒരു സെറ്റ് റെഡിയാക്കി എടുത്തു. അപ്പോൾ അത് നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ നമ്മുടെ മറ്റു പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. നമ്മളിന്ന് ചെയ്യുന്ന കറി കുക്കറിലാണ് വെക്കുന്നത്. ഞാൻ ഓൾറെഡി മീൽ മേക്കർ നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒരു 10-15 മിനിറ്റ് ഇട്ടതിന് ശേഷം എടുത്ത് സ്ക്യൂസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഉപ്പൊന്നും ഇട്ടിട്ടല്ല സോയാബീൻസ് വെള്ളത്തിലിട്ടിരുന്നത്, വെറുതെ തിളച്ച വെള്ളത്തിലിടുകയാണ് ചെയ്തത്. ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ട ആ വീഡിയോയിൽ ഹോൾ സ്പൈസസ് ആണ് അവരിട്ടത്. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല അരച്ചതുകൊണ്ട് ആ മസാലയുടെ മണം നല്ലോണം ഉള്ളത് കൊണ്ട് വെറുതെ പെരിഞ്ജീരകവും കറിവേപ്പിലയും മാത്രം ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മീഡിയം സൈസിലുള്ളൊരു സവാള ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവാള വഴറ്റിയാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുവാണ്. പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ അതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിക്ക് പകരം ഞാനിന്ന് കുഴമ്പ് മുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നവരെന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത്. ഇതിന്റെ കൂടെ ബീൻസോ കോളിഫ്ലവറോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ സ്ക്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീൽ മേക്കറും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിനി ഈ കറിയിൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതെനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ കണ്ട റെസിപ്പിയിൽ അവർ തൈര് ചേർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോഴാണ് ഈ കറിയുടെ ആകെയുള്ളൊരു ടേസ്റ്റ് തന്നെ മാറുന്നത് കേട്ടോ. അപ്പോൾ തൈര് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം, ഒരുപാട് വെള്ളം വേണ്ട, ആ സോയ ചങ്ക്സിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിനി കുക്കർ മൂടി വെച്ചിട്ട് 2 മുതൽ 3 വിസിൽ വരെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ, കേൾപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിനിടയിൽ തന്നെ നമ്മുടെ പൂരിക്കുള്ള ബാലൻസ് ഉള്ള മാവൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ കുക്കറിലുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ കറിക്കുള്ളത്. പിന്നെ ഞാൻ കുറച്ച് പൂരി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 സെറ്റാണ് ആദ്യം ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പൂരി ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ കറിക്കുള്ളത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ചപ്പാത്തിയോ പൂരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പകുതി ചപ്പാത്തി അല്ലെങ്കിൽ പൂരി എന്താണെന്ന് വെച്ചാൽ അത് ആദ്യം ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ പോയിട്ട് കറി വെക്കാനായിട്ട് വെക്കും കേട്ടോ. കൂടുതലും നമ്മൾ കുക്കറിലുള്ള കറികൾ തന്നെയാണല്ലോ വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ ആ ഒരു സംഭവം ആയി കഴിയുന്നതിനിടയിൽ തന്നെ ബാലൻസ് ഉള്ള ചപ്പാത്തിയാണോ പൂരിയാണോ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചുട്ടെടുക്കുന്നതിനിടയിൽ നമ്മുടെ കറിയും റെഡിയാവും, നമുക്ക് കൃത്യമായിട്ട് കഴിക്കാനും പറ്റും. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ് ചെയ്ത് കിച്ചണിലെ ജോലികൾ ചെയ്യുന്നിടത്താണ് ഒരു സ്മാർട്ട് ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കളഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടേ അടുത്ത ജോലി ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കാതെ ഉള്ള ഗ്യാപ്പിനിടയിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു പോവുക. അപ്പോൾ ഞാൻ ഈ ഒരു പൂരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്ത് വെച്ചു. കഴുകാനുള്ള കൊച്ചു കൊച്ചു പാത്രങ്ങൾ കഴുകി, സ്പൂണ് പോലുള്ള കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ട് പൂരി വരുത്തിയത്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായി കിടന്നായിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് എണ്ണ ചൂടാക്കിയിട്ട് പൂരി എല്ലാം വറുത്തെടുത്തതിന് ശേഷം വന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ 3 വിസിലൊക്കെ പോയി, നമ്മുടെ കുക്കറിലെ ആവിയെല്ലാം പോയി വന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നത് കിച്ചണിൽ നിൽക്കുന്ന സമയത്തിൽ. അപ്പോൾ അതേ നമ്മുടെ പൊട്ടറ്റയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് വെന്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കറി സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു 3 ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങയും ഒരു 4-5 അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തായിരുന്നേ. എന്നിട്ട് ആ ഒരു പേസ്റ്റാണ്
ആണ് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുത്തത്. ഈ ഒരു പേസ്റ്റ് ആണ് ഇവിടുത്തെ തമിഴ്നാട്ടിലുള്ള എല്ലാ വെജ് കുറുമകളിലും നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മൾ വെജിറ്റബിൾ കുറുമയൊക്കെ ചെയ്യുമല്ലോ, അപ്പൊ അതില് ഈ സെയിം സംഭവമാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് തേങ്ങയുടെ പേസ്റ്റിൽ അരയ്ക്കാം. ഞാനിപ്പോൾ വെറുതെ അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇത് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട, ഒന്ന് തിള വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ സാധാരണ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കറികളോ ഒന്നും ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇത് ആമിക്ക് അങ്ങനെ വലുതായിട്ട് മീൽ മേക്കർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പണ്ടൊക്കെ അവൾക്ക് ഇതായിരുന്നു കേട്ടോ ഏറ്റവും ഫേവറേറ്റ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കറി അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരി, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യട്ടോ, മറക്കരുത്. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയിലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. തൈര് ചേർത്തേക്കുന്നുണ്ട് നിങ്ങൾ ഓർക്കും ചിലപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറി കാണുമെന്ന്. പുളിപ്പില്ലാത്ത തൈര് ചേർത്താൽ മതിയേ, പുളിപ്പുള്ള തൈര് വേണ്ട. ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കും, മറക്കരുതേ. അങ്ങനെ ഇതേ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂമിൽ നമ്മുടെ ഹാളിലുണ്ടല്ലോ ഫാൻ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡസ്റ്റർ നല്ല യൂസ്ഫുൾ ആണ്. നേരത്തേക്കാണെങ്കിൽ ഞാൻ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കും ഈ ഒരു ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെ ഫാനിന്റെ ലീഫൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ ലെങ്ത് കൂടി പോകുന്നുണ്ട്. അടുത്ത വ്ളോഗിൽ ബാലൻസ് ഉള്ളത് ഷെയർ ചെയ്യാം കേട്ടോ. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.